30 മിനിറ്റ് അനീഷ് എന്ന് പറയുന്ന ഒരു ബ്ലോഗർ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതും കണ്ടന്റ് തന്നെയാണ്. അത് ഏതാണ് കണ്ടന്റ്? പണ്ട് അതും ഈ അച്ഛൻ ഈ ബ്ലോഗൊക്കെ ഈ വീഡിയോ ഒക്കെ പറയുന്നതിന് മുമ്പ് അതിനകത്ത് പ്രതിപാദിച്ചിട്ടുള്ള കാര്യമാണ് രേണുസുതി വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടായിരുന്ന അവർക്ക് വാടക കൊടുക്കാനുണ്ട് എന്നുള്ളത്. അതും കഴിഞ്ഞു, അത് അവരോ കഴിഞ്ഞു, അവിടെയും കഴിഞ്ഞ് പുളിച്ച് നാറി പുഴുവരിച്ച് ഞൊളച്ച സാധനമാണ് വീണ്ടും പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണെന്ന് അറിയത്തില്ല എൻ്റെ പൊന്നോ. കണ്ടന്റ് ക്ഷാമമാണോ എന്തോ. എന്നാലും രേണു ആ ഒരു കണ്ടന്റ് തന്നെയാണ്. അത് മനസ്സുകൊണ്ടെങ്കിലും നന്ദി പറഞ്ഞില്ലെങ്കിൽ ദൈവം ശിക്ഷ തരും കേട്ടോ. അതെ ചേച്ചി, ശിക്ഷ ലഭിക്കും. ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. അത് ഒരു രൂപത്തിൽ, അതായത് ഇൻഡസ്ട്രിന്റെ രൂപത്തിൽ ആ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അതൊരു 6 പേജ് അടങ്ങുന്ന ഒരു നോട്ടീസാണ്, ഒരു ലീഗൽ നോട്ടീസാണ് അങ്ങോട്ട് എത്തിയിരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന ബിഷപ്പിനെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിച്ചതിനുള്ള ശിക്ഷ ഇതാണ് കിട്ടിയിരിക്കുന്നത്. 7 ദിവസത്തിനുള്ളിൽ എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്ത് ബിഷപ്പിനോട് മാപ്പ് പറഞ്ഞില്ല എങ്കിൽ കളി വേറെ രീതിയിലായിരിക്കും പോകുന്നത്. ഒരു മൂലക്കിരുന്നു കൊണ്ട് ബിഷപ്പിനെ ബിഷപ്പാമ്പെന്നും അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നതിന്റെ അങ്ങേ അറ്റം അധിക്ഷേപിച്ചവരാണ് ഈ പറയുന്ന കൂട്ടുകാരിയും മറ്റേ ഈ പറയുന്ന രേണു. നിങ്ങൾ 2 പേരുടെ ഒരു മൂലയിൽ നിന്ന് ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് കാട്ടിക്കൂട്ടിയതിന്റെ പരിണിത ഫലമാണ് ഈ പറയുന്ന രേണുസുതി ഇനി അനുഭവിക്കാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ഞാൻ പറഞ്ഞു ഇതിനുള്ള ഒരു ശിക്ഷ നിങ്ങൾക്ക് കിട്ടുമെന്ന്. ചുമ്മാത് പറയുന്നതല്ല. ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷനെ വരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയാണ് നിങ്ങളുടെ വീഡിയോകളിലൂടെ. അതാണ് നിങ്ങൾ ചെയ്തത്. വിഷപ്പാമ്പ് മാളത്തിൽ പോയിരിക്കണം, ആ ഗുഹയിൽ പോയിരുന്നിട്ട് അവിടെ പോയി ഒതുങ്ങിയിരിക്കണം എന്നെല്ലാം പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. ആ കുപ്പായത്തെ ഓർത്തൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേണുസുതിയുടെ ഭാഗത്ത് നിന്ന് ഒരു ആട്ടല്. ഇതെല്ലാം എന്തായിരുന്നു? ഇതൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന രേണുസുതിയുടെ ഒക്കെ സ്വന്തം ഒരു ചാനൽ ഉണ്ടല്ലോ, അവരുടെ ചാനലിൽ 7 മാസം മുമ്പുള്ള ഒരു വീഡിയോ അതെടുത്തിട്ട് ഈ പറയുന്ന ഈ കൂട്ടുകാരി ചേച്ചി ഒരു റിയാക്ഷൻ അങ്ങോട്ട് ചെയ്തു. അതിനകത്ത് എന്നെയൊക്കെ വലിച്ചിടുന്നുണ്ട്. ഓക്കെ, അത് ഇട്ടതിന് ശേഷം പുള്ളിക്കാരി ബിഷപ്പിനോടൊരു മാപ്പ് അങ്ങോട്ട് പറയുകയാണ്. അതിൻ്റെ അകത്ത് തന്നെ ഈ പുള്ളിക്കാരി അന്ന് വിളിച്ച, അതായത് അതിൻ്റെ ഒരു കമന്റ് ഉണ്ട്, ആ കമന്റ് വെച്ചിട്ടാണ് ഇവർ സംസാരിച്ചത്. അത് ഞാനിപ്പോ ഒരു കാര്യം പറയാം. ഞാനൊരു കമന്റ് ഒരു ഫേക്ക് ഐ ഡിയിൽ അങ്ങോട്ട് എഴുതിയിടുകയാണ് ഈ പറയുന്ന കൂട്ടുകാരി ചേച്ചിയുടെ പേരിലും ഈ പറയുന്ന രേണുവിന്റെ പേരിലും. എന്നിട്ട് ഞാൻ അതിനകത്തോട്ട് മോശമായിട്ട് ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ കമന്റ് തന്നെ ഞാൻ എടുത്തങ്ങോട്ട് വായിക്കുക. ഇന്ന ആള് ഒരു കമന്റ് ഇട്ടു എന്ന രീതിയിൽ അതിൽ എന്ത് വാസ്തവമാണുള്ളത്? ഒരു ഇതും ഇല്ലല്ലോ. ഫേക്ക് ഐഡിയിൽ നിന്ന് ഒരു കമന്റ് വന്നപ്പോൾ അതും ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് മോശമായി പറയുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ച് വേണ്ടേ വർത്തമാനം പറയാൻ? അതൊന്നും ചെയ്യാതെ വായി തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ ഈ കൂട്ടുകാരി ചേച്ചിക്കും അതോടൊപ്പം തന്നെ ഈ രേണുസുതിക്കും കിട്ടേണ്ടത് നല്ലപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തുമായാലും ആ സ്ഥലം തിരിച്ചെടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നത്. ഇനി ഒരു കാര്യം ചെയ്യുക, ഈ പറയുന്ന കൂട്ടുകാരി ചേച്ചി വീടിന്റെ അടുത്തോ അല്ലെങ്കിൽ സ്വന്തം വീടോ ഈ പറയുന്ന രേണുവിന് വേണ്ടി വിട്ടുകൊടുക്കുക. അതാ നിങ്ങൾ ചെയ്യേണ്ടത്. എന്തൊക്കെ പറച്ചിലായിരുന്നു, എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞു വെച്ചിരുന്നത്? ഫ്ലവേഴ്സ് ചാനല് സ്ഥലം കൊടുത്തേനെ, ഫ്ലവേഴ്സ് ചാനല് വീട് വെച്ച് കൊടുത്തേനെ. ഇതൊക്കെ ചെയ്യാതെ ഈ ഇവര് കൊണ്ടുവന്ന് അങ്ങനെ വെച്ചു, ആ വീട് ഇടിഞ്ഞു വീണു, ആ വീട് പൊട്ടലുണ്ടായി, ആ സ്ഥലം കൊള്ളത്തില്ല, ബിഷപ്പ് അങ്ങനെ പറഞ്ഞു, ബിഷപ്പ് ഇങ്ങനെ പറഞ്ഞു, ബിഷപ്പ് എന്തോ അവരുടെ സ്വത്തില് എന്തോ വിഷയമുണ്ടെന്ന്, ഇതൊക്കെ പറഞ്ഞത് രേണുവാണ്. രേണു പറഞ്ഞ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ ഇല്ലെങ്കിലും ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യങ്ങൾ വന്ന് പറഞ്ഞതിന്റെ പരിണിത ഫലം രേണു അനുഭവിക്കുക തന്നെ വേണം. അതായത് കയ്പ് തിന്നാൽ വെള്ളം കുടിക്കണം, ഉപ്പ് തിന്നാലും വെള്ളം കുടിക്കുക തന്നെ വേണം. ഇത് വെറുതെ പോകുന്ന കാര്യമൊന്നുമല്ല. പല വീഡിയോകളിലൂടെ ഞാൻ നിങ്ങൾക്ക് വാണിംഗ് തന്നുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ഇപ്പൊ ഒന്നും പോകരുത്, ഇതൊന്നും നിങ്ങൾക്ക് നല്ലതിനല്ല, ഇതൊന്നും ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരിക്കലും അത് ഗുണകരമാകത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ കാണിച്ചത് എന്താണ്? നിങ്ങൾക്ക് ഉപകാരം ചെയ്ത ഒരു വ്യക്തിയെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിക്കുന്നതിന്റെ അങ്ങേയറ്റം അധിക്ഷേപിച്ചു. അദ്ദേഹത്തിന്റെ സ്ഥാനിക ചിഹ്നങ്ങളെ, അദ്ദേഹത്തിന്റെ എന്താ പറയാ ഫിസിക്കൽ ബോഡിയെ എല്ലാം നിങ്ങൾ അധിക്ഷേപിച്ചു. അദ്ദേഹം മുലക്കച്ച കെട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് നിങ്ങൾ അധിക്ഷേപിച്ചു. അങ്ങ് തുടങ്ങി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്, തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് കുത്തിയിരുന്ന് പിന്നെയും വീഡിയോ ഇട്ടിട്ട് ബിഷപ്പിനോട് സോറി പറയാനായിട്ട് ആ ഒരു പഴയ വീഡിയോ ഇപ്പൊ പുതുതാക്കി അവർ റിപ്പീറ്റ് ഇട്ടപ്പോൾ അത് നിങ്ങൾ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് ഞാൻ വീഡിയോ ഒന്നും ഡിലീറ്റ് ചെയ്യത്തില്ല. എന്നാൽ ബിഷപ്പ് വന്നിട്ട് ഈ വീഡിയോയുടെ താഴെ വന്നൊരു കമന്റ് ഇടണം, അപ്പൊ ഞാൻ വിചാരിക്കും അങ്ങ് സോറി അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ. എന്നാൽ അദ്ദേഹത്തെ വിളിച്ച് ഒരു സോറി പറയാനോ ഞാൻ ചെയ്തത് മോശമായി പോയി എന്ന് പറയാനോ ഈ പറയുന്ന 2 എണ്ണത്തിനും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇതുമൂലം നരകം അനുഭവിക്കുന്നത് ഈ പിള്ളേരാണ്. ആ പിള്ളേർക്ക് കിട്ടിയ സാധനമാണ് ഇവര് ഈ 2 എണ്ണം കാരണം നശിപ്പിച്ച് കളഞ്ഞത് അല്ലേ? ആ കിച്ചു എന്ത് പാപം ചെയ്തു? ഋതപ്പൻ എന്ത് പാപം ചെയ്തു? ഇതുങ്ങൾ കാരണം അതുങ്ങൾക്ക് കിട്ടിയ ആ ഒരു വസ്തു ഇല്ലാണ്ടാക്കി കളയുകയല്ലേ?
10-30 ലക്ഷം രൂപയോളം വിലമതിക്കുന്ന ഒരു ഭൂമി കൊടുത്തിട്ട് അദ്ദേഹത്തെ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത്. എന്തായാലും അദ്ദേഹം ലീഗലായിട്ട് മുന്നോട്ട് പോയി. അതിന്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ വീട്ടിലെത്താൻ പോകുന്ന ആ എന്താ പറയുക ആ ലീഗൽ നോട്ടീസ്. അത് എത്രയും പെട്ടെന്ന് തന്നെ അത് കൈപ്പറ്റി നിങ്ങളുടെ വക്കീലിനെ കൊണ്ടുവന്ന് വായിപ്പിച്ച് കേൾപ്പിച്ച് കൃത്യമായിട്ടുള്ള അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നീക്ക്. എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ഒരു കേസ് ഇപ്പൊ ഈ പറയുന്ന കൂട്ടുകാരി ചേച്ചിക്ക് നടക്കുന്നുണ്ട്. കൂട്ടുകാരിക ചേച്ചി നല്ലൊരു എമൗണ്ട് എന്തായാലും കെട്ടിവെച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ നഷ്ടപരിഹാരം അടുത്ത ആളും കെട്ടിവെക്കാൻ തയ്യാറായിരുന്നോ? നിങ്ങൾ ഈ ബിഷപ്പിനെ ഇട്ട് മാന്തിയപ്പോൾ നിങ്ങൾ വിചാരിച്ചു എന്ത് പറഞ്ഞാലും കേട്ടിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഈ ബിഷപ്പ് എന്നുള്ളത്. ഒരു മനുഷ്യന് സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബസ്വത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ആ ഭൂമി തന്നിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ അദ്ദേഹത്തിന്റെ ബന്ധുവോ തങ്കച്ചൻ അനിയനോ ചേട്ടനോ ഒന്നുമല്ല. കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു സഹായം ചെയ്തപ്പോൾ ആ സഹായത്തെ പുച്ഛിക്കുന്ന രീതിയിൽ വർത്തമാനം പറയുകയും അദ്ദേഹത്തെ പുച്ഛിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തിട്ട് ഇപ്പോഴൊന്നും അറിയാത്ത രീതിയിൽ വന്നിരുന്ന് വാചകം അടിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരി ചേച്ചിയെ, ഞങ്ങളൊന്നും ചെയ്തില്ല, ഞങ്ങളൊന്നും പറഞ്ഞില്ല, എല്ലാം പറഞ്ഞത് രേണുവാണ് എന്ന് പറഞ്ഞ് കൈമെഴുകുന്ന ചേച്ചിയെ നിങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന രേണുവും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു വാ പൊത്തിയെന്ന് പോലും. ബിഷപ്പാമ്പെന്ന് പറഞ്ഞപ്പോൾ വാ പൊത്തിയെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾ വാ പൊത്തുന്നതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. കേട്ടല്ലോ. നിങ്ങൾ നല്ലൊരു കൂട്ടുകാരിയായിരുന്നെങ്കിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തേനെ എന്നാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞത്. നിങ്ങൾ അതൊന്നും പറഞ്ഞു മനസ്സിലാക്കാത്തതിന്റെ ഭാഗമാണ് ഇപ്പോൾ അവർ അനുഭവിക്കാൻ പോകുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളുടെ സ്വത്തില് കുറച്ച് ഈ പറയുന്ന ഇവർക്ക് കൊടുക്ക്, ഈ രേണുവിന് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ കാണിക്കുക നിങ്ങളുടെ മഹത്വം. കേട്ടോ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വിവരങ്ങൾ ഞാൻ പുറകാലെ പറയാം. കുറെ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും